ഹലോ, അപ്പം നമ്പർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും ചെറിയ സമ്പൂർണ്ണ സംഖ്യ. നെക്സ്റ്റ് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാജ്യസംഖ്യ അല്ലെങ്കിൽ സമ്പൂർണ്ണ സംഖ്യ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സംഖ്യകൾസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ അല്ലേ, നമ്മൾ എണ്ണുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സാണ് എണ്ണൽ സംഖ്യകൾ. ഇല്ലെങ്കിൽ അടുത്തത് ഇനി അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ സീറോയും കൂടെ വരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പർ എന്ന് വെച്ചാൽ. ഇപ്പോൾ 0 1 2 3 4 എക്സെട്ര വരുന്ന നമ്പേഴ്സാണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്നത്. ഇപ്പോൾ -3 -2 -1 0 1 2 3 ഇതുപോലെ വരുന്ന നമ്പേഴ്സാണ് പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് രണ്ട് കാറ്റഗറീസാണ് ഭിന്നകങ്ങളും അഭിന്നകങ്ങളും. നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പേഴ്സിനെ നമുക്ക് ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ 1/2 2/3 4 3 -2 ഇതൊക്കെ എന്താണ്? ഭിന്നകങ്ങളാണ്. ഇപ്പോൾ ഈ 4ഉം 3ഉം -2 ഒക്കെ എങ്ങനെ ഭിന്നകങ്ങളായത്? നമുക്ക് 4നെ 4/1 എഴുതാം, 3നെ 3/1 എഴുതാം, -2നെ -2/1 എഴുതാം. അങ്ങനെ P/Q ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പേഴ്സ് എല്ലാം എന്താണ്? ഭിന്നകങ്ങളാണ്. ഇതുപോലെ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് അഭിന്നകങ്ങൾ. എന്ന് വെച്ചാൽ √2 √3 പൈ ഇതിൻ്റെയൊക്കെ വാല്യൂസ് വരുന്നതാണ് അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. സെറ്റല്ലേ? അപ്പോൾ ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ, നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, സമ്പൂർണ്ണ സംഖ്യകൾ. ഓക്കെ ആണല്ലോ. സമ്പൂർണ്ണ സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടില്ല. സമ്പൂർണ്ണ സംഖ്യകൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകാം കേട്ടോ. പൂർണ്ണ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താ? ഇൻഡിജേഴ്സ്. സെറ്റല്ലേ? അപ്പോൾ ഈ നെക്സ്റ്റ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് വിഭജിക്കാൻ പറ്റില്ല, അഭാജ്യമാണ്. നമുക്ക് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ 2 3 5 7 ഇതുപോലെ വരുന്ന നമ്പേഴ്സാണ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. 1 മാത്രമല്ല ഒരു ഫാക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 × 2 മാത്രമാണ് 2. വേറെ നമുക്ക് ഏത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 2 കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമ്മൾ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ഘടകങ്ങളാക്കാൻ പറ്റിയ നമ്പേഴ്സാണ് ഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ അതിന് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് 4 6 8 9 ഒക്കെ എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. 4നെ നമുക്ക് 2 × 2 എന്ന് പറഞ്ഞ് ഫാക്ടറൈസ് ചെയ്യാം. 6നെ നമുക്ക് 2 × 3 എന്ന് ഇങ്ങനെ എഴുതാം. 9നെ നമുക്ക് 3 × 3 എഴുതാം. അതുപോലെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് ഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും, ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും. ഇപ്പോൾ 1 3 5 7 ഇതുപോലെ വരുന്ന നമ്പേഴ്സാണ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. 2 4 6 8 തുടങ്ങിയ നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. അത്രയേ ഉള്ളൂ. ഇനിയാണ് സമ്പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്, അതുപോലെ തന്നെ രേഖീയ സംഖ്യകളും. സമ്പൂർണ്ണ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിപ്പോൾ 6 എക്സാമ്പിളായിട്ട് 6 എടുക്കാം. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം, 1 × 6 എന്ന് എഴുതാം. ഇതിൽ 6 ഇല്ലാത്ത ഈ 3 നമ്പേഴ്സിൽ 2 3 1 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 തന്നെ കിട്ടുകയാണെങ്കിൽ അത്ര നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സമ്പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. വേറെ എക്സാമ്പിളാണ് 28 നമുക്ക് എങ്ങനെയൊക്കെ ഫാക്ടറൈസ് ചെയ്യാം? 1 × 28 വരാം, 14 × 2 വരാം, 4 × 7 വരാം. ഇതൊക്കെ എന്താണ്? 28ൻ്റെ ഫാക്ടേഴ്സാണ്. ഇതിൽ 28 നമ്മൾ കൂട്ടണ്ട, ബാക്കിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 14 + 2 + 1 + 4 + 7 ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര കിട്ടും നമുക്ക്? 14 2 16 1 17 17 21 21 7 എത്രയാണ്? 28. ഇതുപോലെ നമുക്ക് ആഡ് ചെയ്താൽ ഈ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ അത്ര നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്? സമ്പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സാമ്പിളായിട്ട് 12 എടുത്ത് നോക്കാം. 12 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12നെ നമുക്ക് 2 × 6 എഴുതാം, 4 × 3 എഴുതാം, 1 × 12 എഴുതാം. ഇതിൽ 12 അല്ലാത്ത 2 + 6 + 4 + 3 + 1 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 6ഉം 8 ആണ്. 8 + 4 എത്രയാണ്? 12 ആണ്. 12 + 3 15 ആണ്. 15 + 1 16 ആണ്. അപ്പോൾ 12 എന്ന് വെച്ചാൽ സമ്പൂർണ്ണ സംഖ്യ അല്ല, എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് നമ്പർ അല്ല. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ പെർഫെക്റ്റ് നമ്പർ സമ്പൂർണ്ണ സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 6 ആണ്. നെക്സ്റ്റ് വരുന്നത് 28 ആണ്.
അപ്പോൾ ഓക്കെ, ഇനി ലാസ്റ്റത്തുള്ള രേഖീയ സംഖ്യകൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ നമ്പേഴ്സും കൂടി കൂടിയതാണ് റിയൽ സംഖ്യ അല്ലെങ്കിൽ രേഖീയ സംഖ്യകൾ എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ എണ്ണൽ സംഖ്യകളും അഖണ്ഡ സംഖ്യകളും സമ്പൂർണ്ണ സംഖ്യകളും ഭാജ്യവും അഭാജ്യവും ഭിന്നകവും അഭിന്നകവും എല്ലാം കൂടെ കൂട്ടിയതാണ് രേഖീയ സംഖ്യ. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേർന്നതാണ് രേഖീയ സംഖ്യകൾ. ഭിന്നകങ്ങളും അഭിന്നകങ്ങളും കൂടെ ചേർന്നാണ് രേഖീയ സംഖ്യകൾ. ഈ ഭിന്നസംഖ്യകൾ ബാക്കി എല്ലാ നമ്പേഴ്സും പെടും. നമ്മൾ എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകളൊക്കെ ഭാജ്യം അഭാജ്യം ഒക്കെ ഇതിൽ പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി രേഖീയ സംഖ്യകൾ എന്ന് വെച്ചാൽ ഇത് മൊത്തമുള്ള വലിയ സംഖ്യകളുടെ കൂട്ടമാണ് രേഖീയ സംഖ്യകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രേഖീയ സംഖ്യകൾക്ക് മേലെ സംഖ്യകളുണ്ടോ എന്ന് ചോദിച്ചാൽ കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോകാം. ഏറ്റവും ചെറിയ സമ്പൂർണ്ണ സംഖ്യ അപ്പോൾ ഏതാണ്? 6 ആണല്ലേ? നമുക്ക് ഓക്കെയാണ്. പെർഫെക്റ്റ്. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ എന്ന് വെച്ചാൽ 6 ആണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് വെച്ചാൽ വോൾ നമ്പറിൽ ഏറ്റവും ചെറുത് എന്താണ്? 0 ആണ്. ഏറ്റവും 0, 1, 2, 3 ആണല്ലോ അഖണ്ഡ സംഖ്യകൾ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താ? പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 2, 3, 5 എന്ന് പറഞ്ഞാലേ പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്? 4 ആണ് അല്ലേ? 4 നമുക്ക് ഇപ്പോൾ 1 നമുക്ക് വിഭജിക്കാൻ പറ്റില്ല, നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, 2 പറ്റില്ല, 3 പറ്റില്ല, പിന്നെ പറ്റുന്നത് 4 ആണ്. 4 നമുക്ക് 2 × 2 എന്ന് എഴുതാം. അപ്പോൾ ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.